ആ ലോകക്രമത്തെ മാറ്റാൻ മുഹമ്മദ് അബ്ബാസ് കൂടി എന്നോടൊപ്പം ഉണ്ട് ദോഹയിൽ നിന്ന്. സ്വയം ഞാൻ പറയാം. അബ്ബാസ്, എന്താണ് ഈ ആക്രമണത്തിന്റെ പിറ്റേ ദിവസം ഖത്തറിൽ നിന്നുള്ളൊരു മൂടെന്താണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിഷാദ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് ഖത്തറിലെ നെജുമ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. ഇവിടെ നമ്മൾ ഇന്നലത്തെ ലൈവിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതാണ് ഒരു ചെറിയ നടുക്കം. ആ നടുക്കത്തിന് ശേഷം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ ദോഹയിലില്ല. ഈ ആക്രമണം സംഭവിച്ച പരിസര പ്രദേശങ്ങളുമില്ല. കൃത്യമായിട്ട് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ചുറ്റളവിൽ ഈ സ്ഫോടനത്തിന്റെ ആഘാതം കേട്ടതാണ്, ഇതിന്റെ ശബ്ദം കേട്ടതാണ്. നമ്മുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലം വരെ നമ്മൾ ഇതിന്റെ ശബ്ദം കേട്ടിരുന്നു. അങ്ങനെ ഏകദേശം 7-8 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിന്റെ ശബ്ദം കേട്ടിരുന്നു. ആ സമയത്തുള്ളൊരു ഭീതി, ഒരു പരിഭ്രാന്തി എന്നതിലപ്പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പതിവ് പോലെയാണ് ആളുകൾ അവരുടെ ജീവിത വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയാണ് നിലവിലുള്ള സിറ്റുവേഷൻ ഉള്ളത്. ഞാൻ ഏകദേശം ഇന്നലെ ഓഫീസിൽ നിന്ന് ഇവിടുന്ന് പോകുന്നത് ഏകദേശം 1 മണിക്കാണ്. 1 മണിക്ക് നമ്മൾ ഈ നെജുമ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന മുംതസ പാർക്ക് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വലിയ പാർക്കുണ്ട്. ആ പാർക്കിനടുത്താണ് താമസം. 1/2 മണിക്കൂർ നടന്നിട്ടാണ് എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് പോകാറുള്ളത്. ആ സമയത്ത് നമ്മുടെ പാർക്കിൽ ഒരുപാട് ആളുകൾ വ്യായാമം ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കൂട്ടം കൂടിയിരുന്ന് കളികളിൽ ഏർപ്പെടുന്നുണ്ട്. വളരെ സാധാരണ നിലയിലാണ് ആ സമയത്ത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പതിവ് പോലെ നമ്മൾ എണീറ്റ് നമ്മൾ ഓഫീസിലേക്ക് വരുന്ന സമയത്തും ആളുകൾക്ക് ഈ ഒരു ഞെട്ടൽ ഉണ്ടായി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ദോഹയിലെ ജനജീവിതത്തെ സ്വൈര്യ ജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്നലെ നമ്മൾ ലെവലിൽ പറഞ്ഞു ഒരുപാട് ആളുകൾ ആശങ്കപ്പെട്ട് വിളിച്ചിരുന്നു. ആ ആശങ്കക്കൊന്നും നിലവിൽ ഇവിടെ അടിസ്ഥാനമില്ല. ഇവിടെ കൃത്യമായി ഇപ്പോൾ സ്വൈര്യമായിട്ടുള്ള ഒരു ജീവിതം, സ്വസ്ഥമായിട്ടുള്ള ജീവിതം തന്നെയാണ്, സ്വൈര്യ ജീവിതം തന്നെയാണ്. ആളുകൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന ഒരു ഒഫീഷ്യലായിട്ടുള്ള അവസാനത്തെ പ്രതികരണം പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുടേതാണ്. ഇന്നലെ രാത്രി വൈകിട്ടോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ 3-4 കാര്യങ്ങൾ. ഒന്ന്, ഒരു പരമാധികാര രാജ്യം എന്നുള്ള നിലക്ക് ഈ ഖത്തറിനെതിരെയുള്ള ആക്രമണത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അതായത് ഒന്നാമത്തെ കാര്യം, ഈ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് ഇസ്രായേലിന്റെ ആക്രമണം. അദ്ദേഹം ഇസ്രായേലിന്റെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഒരു ഭീകരവാദ അറ്റാക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിന് രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള നടപടികളെയും നീതീകരിക്കാനാവില്ല. അതൊരിക്കലും ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല. ഖത്തറിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്താരാഷ്ട്ര തലത്തിൽ ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ്. നയതന്ത്ര മേഖലയിലുള്ള ഇടപെടലായിരിക്കും ഖത്തർ ഇക്കാര്യത്തിൽ നടത്തുക എന്നാണ് നമുക്കിപ്പോൾ വരുന്ന സൂചനകൾ. അൽ ജസീറ കുറച്ചു മുമ്പ് വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരിയുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ എല്ലാ അർത്ഥത്തിലും മേഖലയിലെ രാഷ്ട്രങ്ങളെ എല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ലോകത്തിലെ എല്ലാ വേദികളിലും UN അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഇസ്രായേലിനെതിരെയുള്ള നിയമപരമായും അല്ലാതെയുമുള്ള ഇസ്രായേലിനെ ലോകവേദിയിൽ തുറന്നു കാണിക്കുക, നിയമപരമായി നയതന്ത്രപരമായി ഇസ്രായേലിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചന, അതിന് പിന്തുണ സമാഹരിക്കാനുള്ള നടപടികൾ എന്നിവയുമായിട്ട് ഖത്തർ മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യം. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകിയത്.